യേശുനാഥൻ മാറ്റും നിന്റെ വേദന. പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട, കടന്നുവാ കടന്നുവാ കടന്നുവാ. യേശു നിന്നെ വിളിക്കുന്നു, കടന്നുവാ കടന്നുവാ. യേശു നിന്നെ വിളിക്കുന്നു. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നുവെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്നവർ ആരും ഇല്ല എന്ന് സങ്കീർത്തനം 14:2-3 വാക്യങ്ങളിൽ വായിക്കുന്നു. മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നില്ല, എങ്കിലും ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നു. തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം തിന്ന് പാപം ചെയ്ത ആദമിനെ അന്വേഷിച്ച് ദൈവം വരുന്നു. ആദമിനോട് ദൈവം ചോദിച്ചു, ആദാമേ നീ എവിടെയാ? ഉൽപ്പത്തി 3:9. ചുങ്കക്കാരനും പാപിയുമായ സക്കായി അന്വേഷിച്ച് കർത്താവ് കാട്ടത്തിയുടെ ചുവട്ടിൽ ചെല്ലുന്നു. ലൂക്കോസ് 19:5. ക്രിസ്ത്യാനികളെ നശിപ്പിക്കുന്നതിനു വേണ്ടി ദമസ്കസിലേക്ക് പോകുന്ന ശൗലിനെ അന്വേഷിച്ച് ചെല്ലുന്ന കർത്താവ് ചോദിച്ചു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പോസ്തലപ്രവൃത്തി 9:4. മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കാതിരിക്കുന്നതിൻ്റെ കാരണം അവനുള്ള പാപമാണ്. മനുഷ്യൻ ചെയ്ത പാപം എന്താണ്? ആദം വൃക്ഷത്തിൻ്റെ ഫലം തിന്ന് അനുസരണക്കേട് കാണിച്ചു. സക്കായി അധികമായി ചുങ്കം പിരിച്ച് വേലയിൽ അവിശ്വസ്തത കാണിച്ചു. ശൗൽ ക്രിസ്തു ശിഷ്യന്മാരെ ഉപദ്രവിച്ചു. ഇന്ന് നമ്മിലും ഈ പാപങ്ങൾ ഉണ്ട്. അനുസരണക്കേടും അവിശ്വസ്തതയും സഹോദരങ്ങൾക്ക് നേരെയുള്ള ഉപദ്രവവും എല്ലാം പാപമാണ് എന്നോർക്കണം. പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. എങ്കിലും നമ്മെ തേടി വരുന്ന ഒരുവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മെ അന്വേഷിച്ച് മടക്കിക്കൊണ്ടുവരുന്നതിനാണ് ദൈവം പഴയ നിയമവിശുദ്ധന്മാരെയും പ്രവാചകന്മാരെയും യേശുക്രിസ്തുവിനെയും ഒക്കെ അയച്ചത്. ലൂക്കോസ് 19:10 പറയുന്നത്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത് എന്ന്. നമ്മെ തേടി വരുവാൻ കർത്താവിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? 1. ദൈവസ്നേഹമാകിയാൽ അവൻ നമ്മെ തേടി വരുന്നു. 1 യോഹന്നാൻ 4:9 പറയുന്നത്, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവം പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ ദൈവം പാപത്തെ വെറുക്കുന്നു, എങ്കിലും ദൈവം സ്നേഹമാകിയാൽ അവൻ പാപിയെ സ്നേഹിക്കുന്നു. ആദാമിൻ്റെ അനുസരണക്കേട് ദൈവം വെറുക്കുന്നുവെങ്കിലും ആദമിനെ ദൈവം സ്നേഹിക്കയാൽ അവനെ തേടി തോട്ടത്തിലേക്ക് വന്നു. സക്കായിയുടെ അവിശ്വസ്തതയെ ദൈവം വെറുക്കുന്നുവെങ്കിലും സക്കായിയെ ദൈവം സ്നേഹിക്കൊണ്ട് അവനെ തേടി കാട്ടത്തിയുടെ ചുവട്ടിൽ എത്തി. ശൗൽ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചതിനെ ദൈവം വെറുക്കുന്നു, എങ്കിലും അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് ദമസ്കോസിലേക്കുള്ള യാത്രയിൽ ദൈവം അവനെ തേടി ചെല്ലുന്നു. നമ്മിലുള്ള സകല പാപത്തെയും ദൈവം വെറുക്കുന്നു, എങ്കിലും കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനെ നമുക്കായി ഈ ലോകത്തിലേക്ക് അയച്ചത്. 2. ദൈവം തൻ്റെ ഉദ്ദേശം മനുഷ്യനിൽ കൂടി പൂർത്തീകരിക്കുവാൻ ഇച്ഛിക്കുകയാൽ അവൻ നമ്മെ അന്വേഷിച്ചു വരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയതും സകലത്തിൻ്റെ മേലും വാഴുവാനുള്ള അധികാരം നൽകിയതും. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാതെ അനുസരണം കെട്ടവരായി ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അകന്നുപോയ മനുഷ്യനെ അന്വേഷിച്ചാണ് ദൈവം ഏദൻ തോട്ടത്തിൽ വന്നത്. അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നതിനാണ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി ഓടിയ ശൗലിനെ ദമസ്കോസിൻ്റെ അതിരിൽ വെച്ച് കണ്ടെത്തി ശൗലിനെ രൂപാന്തരപ്പെടുത്തി പൗലോസാക്കിയത് അവൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നതിനാണ്.
പൗലോസ് നടത്തിയ 3 മിനിസ്ട്രി യാത്രയും പാപമൂലം അകന്നുപോയ മനുഷ്യനെ കർത്താവിൻ്റെ ഹിതപ്രകാരം പുതുമനുഷ്യരാക്കി തീർക്കുന്നതിനായിരുന്നു. നമ്മെയും പുതുമനുഷ്യനാക്കുക എന്നതാ ദൈവത്തിൻ്റെ ഉദ്ദേശം. 3. ദൈവം നമ്മുടെ പിതാവും നാം അവൻ്റെ മക്കളും ആകയാൽ അവൻ നമ്മെ തേടി വരുന്നു. അവൻ്റെ മക്കളായി നാം പിതാവിനോട് കൂടെ വസിക്കേണ്ടവരാ. എന്നാൽ നാമോ അവനിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അകൽച്ച ദൈവത്തെ അസ്വസ്ഥനാക്കുന്നു. നാം എത്ര നിസ്സാരരായിരുന്നാലും ദൈവത്തിന് നമ്മെ വേണം. 100 ആടിൽ 1 നഷ്ടപ്പെട്ടു പോയിട്ടും അതിനെ കണ്ടെത്തുന്നവരെ തേടി നടന്ന നല്ല ഇടയന നമ്മളുടെ കർത്താവ്. ലൂക്കോസ് 15:4-7 വരെ. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുന്നു. ലൂക്കോസ് 15:7. നഷ്ടപ്പെട്ടു പോയ നമ്മെ വീണ്ടെടുക്കുന്നതിനു വേണ്ടിയാ കർത്താവ് ക്രൂശിൽ തൻ്റെ ജീവനെ നൽകിയത്. സ്നേഹത്തിനു വേണ്ടി ജീവൻ നൽകുന്നതിലും അധികം സ്നേഹം മറ്റെങ്ങും ഇല്ലല്ലോ. ആദമിനെ പോലെ നാമും അനുസരണമില്ലാത്തവരല്ലേ? സഖായിയെ പോലെ അവിശ്വസ്തത കാണിച്ചിട്ടില്ലേ? ശൗലിനെ പോലെ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടില്ലേ? എങ്കിലും കർത്താവ് നമ്മെ തേടി വരുന്നു. മകനെ, മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ഹിതം പ്രവർത്തിപ്പാനായി നീ മടങ്ങി വരിക. കർത്താവിൻ്റെ ഈ വിളിക്ക് അനുകൂലമായ പ്രതികരണം നമ്മളുണ്ടാവണം. കർത്താവെ, പാപിയായി എന്നെ സ്നേഹിച്ച നിന്നെ സ്നേഹിപ്പാനും നിൻ്റെ വിളിക്ക് വിധേയപ്പെടുവാനും എന്നെയും ഒരുക്കണമേ. ആമേൻ. ലോകത്തിൻ ഭാരം ചുമക്കും യേശുവിങ്കൽ നീ കടന്നു വാ. തളർന്ന നിന്റെ അന്തരാത്മ ക്ലേശം നീക്കും. കടന്നു വാ, കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു. കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു.